ഇപ്പം നമ്മൾ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ. അന്തർധാര സജീവമാണ് എന്ന് ശങ്കരാടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എൽ.ഡി.എഫ്, യു.ഡി.എഫ് അല്ലെങ്കിൽ എൻ.ഡി.എ മുന്നണി എന്നല്ല. അന്തർധാരയൊക്കെ വേണം. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം അത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ മത്സരിക്കുകയായിരുന്നു എങ്കിൽ ഞാൻ മുന്നോട്ട് വെച്ചൊരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു. അതാണ് അഴുതല്ലൂരിൻ്റെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ ഇദ്ദേഹത്തെ വിജയിപ്പിക്കരുത് കാരണം എന്നാണ്. ഞാൻ പ്രകടന പത്രിക കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തെ വിജയിപ്പിക്കരുത് കാരണം എന്നുള്ളൊരു ക്യാപ്ഷനോട് ഇട്ടാണ് എൻ്റെ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടത്. കാരണം ഒന്ന്, ഇദ്ദേഹം ജനങ്ങളെ പറ്റിക്കുന്ന പഞ്ചായത്തിൻ്റെ പിറകോട്ടടിക്ക് കാരണമായ പരമ്പരാഗത അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കും. 2, തൻ്റെ പരിധിയിലുള്ള പ്രദേശത്തെ ആളുകൾക്ക് കൂടിച്ചേരാനും എഴുത്തുകാർ, കലാകാരന്മാർ, സർഗാത്മക ശേഷിയുള്ളവർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ആത്മവിശ്വാസം പകരാനുമായി ഒരു സാംസ്കാരിക സമുച്ചയം പണികഴിപ്പിക്കും. എന്നെക്കൊണ്ട് സാധിക്കാവുന്ന കാര്യമുള്ളൂ അത്. കാരണം വെച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചൊക്കെ സാധിക്കും. മൂന്നാമത്തെ ഒരു ഇത് പറഞ്ഞത്, കണ്ണംകുണ്ട് പാലം യാഥാർത്ഥ്യമാക്കാൻ കർശനമായി ഇടപെടും. എത്ര വർഷമായി നമ്മുടെ ആ പാലത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പ്രയത്നിക്കും. അഴുതല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കും. സമ്പൂർണമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി പ്രയത്നിക്കും. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയുള്ള ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കാൻ ഇടപെടും. അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഉമ്മൻചാണ്ടി വന്നിട്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിരുന്നു അന്ന് അല്ലേ? അവരൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയൊരു സാധനമാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ? സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കാനായിട്ട് ഇടപെടും. യാത്രക്കാർക്കായി ശുചീകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ വരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അവർക്കൊരു ടോയ്ലറ്റ് അല്ലേ, ഈ ടോയ്ലറ്റുകളാണെങ്കിലും മറ്റെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ അതൊന്നും ഉള്ള ടോയ്ലറ്റിനെ കുറിച്ച് പഞ്ചായത്തിന്റെ പുറകിലെ വളരെ അത് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞാനത് അന്ന് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാണ് ഇത് എവിടെ സ്ഥാപിക്കും. ഇതൊരു കാഴ്ചപ്പാട് വേണം ഈ കാര്യങ്ങൾക്ക്. ഈ കാഴ്ചപ്പാടില്ലാത്ത ഒരുപാട് ആളുകളാണ് നമ്മുടെ ഇടയിൽ ജനപ്രതിനിധികളായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖം.